നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വി.ഡി. സതീശനും ചാണ്ടി ഉമ്മനും തമ്മിൽ മുഖ്യമന്ത്രി ആയാൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതിൽ വേറൊരു ആളുടെയും ഇതില്ല. തികച്ചും രാഷ്ട്രീയം മാത്രമായി എനിക്ക് തോന്നിയ ഒരു സംശയം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ വി.ഡി. സതീശൻ ഒരുപാട് പാടുപെട്ട് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത്. അപ്പം ഇതുവരെയുള്ള ഭരണ ഇത് വെച്ച് നോക്കുമ്പോൾ യാതൊരുവിധ വ്യതിയാനങ്ങളും ഇല്ലാതെ പോകുന്നു. എല്ലാവർക്കും ജനങ്ങൾക്കറിയാം, പ്രിയദർശിനി വന്നു, 1000 രൂപ ഇനി പഠന വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം, അങ്ങനെ ബാധ്യതകൾ കൂടുന്നു. അതേസമയം ചാണ്ടി ഉമ്മൻ ഒരു യുവ തലമുറയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്. ആ വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ യോഗ്യതയുണ്ടായേനെ. യോഗ്യതയല്ല, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയേനെ. കാരണം അത് രക്തത്തിൻ്റെ അളവിലുണ്ട്, നമുക്കറിയാം. ബഹുമാനപ്പെട്ട നമ്മളെ വിട്ടുപോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ആ ജനസാഗരമാണ്. ആ മനുഷ്യനെ കൊണ്ട് അടക്കം ചെയ്യാൻ നേരം വരെ അവസാന നിമിഷം 3 ദിവസത്തെ വലിയൊരു പ്രയത്നം, അത് അറിഞ്ഞ് കേട്ടുവന്ന, അല്ലെങ്കിൽ അറിവിൻ്റെ നാളമായി നിന്നു എന്ന് എൻ്റെ അർത്ഥമാണ്. ഇപ്പോഴും ജനമനസ്സുകളിൽ ആ വ്യക്തി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുന്നത് കൊണ്ടാണ് പുതുപ്പള്ളിയിൽ വലിയ പബ്ലിസിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ പ്ലസ് ബോർഡുകളുടെ ഇതില്ലാതെ പുതുപ്പള്ളി നിയോഗ മണ്ഡലത്തിൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ വിജയിച്ചത്, ജനങ്ങൾ വിജയിപ്പിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷ കൂടി എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. കാരണം പുതുപ്പള്ളിയുടെ ഒരു മന്ത്രി അതൊരു ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ നേതാക്കൾ നിന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാവാം മന്ത്രിസ്ഥാനം ഒന്നും കിട്ടിയില്ല. അതിൽ നിരാശപ്പെടുകയില്ല ചാണ്ടി ഉമ്മൻ. കാരണം എന്താ വെച്ചാൽ, ഇനിയും വരുന്ന നാളുകളിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ ഇനിയും മന്ത്രിസ്ഥാനങ്ങൾ അവിടെ തേടി വരിക തന്നെ ചെയ്യും. അത് പുതുപ്പള്ളിക്കാർ കൊടുക്കുന്ന ഒരു മനസ്സ് കൂടിയാണ്. കാരണം പുതുപ്പള്ളിക്കാരുടെ മനസ്സ് അങ്ങനെയാണ്. അത് തന്നെയല്ല, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഉമ്മൻചാണ്ടി സാർ എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ച് വന്ന വ്യക്തി കൂടിയാണ്. ഇടതുപക്ഷം ആയിരുന്ന CPM കൊണ്ടുവന്ന സരിത കേസ് അതുപോലും അതിജീവിച്ച ആ മനുഷ്യന് ജനങ്ങളുടെ മനസ്സിലുള്ള അംഗീകാരം കൂടിയായിരുന്നു ആ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന ആ ഒരു സമയം. 3 ദിവസം ഉള്ള നീണ്ട യാത്രയിൽ ഒരു വഴിയിൽ പോലും കരയാത്ത ഒരു കണ്ണുകളില്ലായിരുന്നു അന്ന്. അങ്ങനെ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ മകനായി പിറന്ന ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്തേനെ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ, വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ മതിയായിരുന്നു. അത് കൊടുത്തില്ല. കാരണം വളർന്നു വരുന്ന ആൾക്കാരെ അല്ലെങ്കിലും ഇരുത്തി തന്നെയാണ് കോൺഗ്രസിന് ശീലം. നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആ വ്യക്തി, അല്ലെങ്കിൽ മുൻ പാലക്കാട് MLA, കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോഴും വിശ്വസിക്കുന്നതിൻ്റെ തെളിവാണ് ഓരോ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്തുണ അറിയിക്കുന്നത്. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ മനുഷ്യനെ ഇപ്പോഴും പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാരണം ഒരു വ്യാജ കേസ് വന്നപ്പം ആ മനുഷ്യനെ പുഷ്പം പോലെ പുറത്തു കളഞ്ഞു. എന്തിനു വേണ്ടി? പാർട്ടിയുടെ മാനം രക്ഷിക്കാൻ. എന്നിട്ട് കൊണ്ടായ പാർട്ടി മാനം രക്ഷിക്കാൻ പാർട്ടി ഭരണത്തിൽ കയറിയപ്പം ആ മനുഷ്യൻ നിരപരാധിയാണോ എന്ന് അന്വേഷണം ഇല്ലല്ലോ. അല്ലെങ്കിൽ ആ മനുഷ്യൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് പാർട്ടിയിൽ എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല? ഇതാണോ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ അജണ്ട? അല്ലെങ്കിൽ ഇതാണോ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം? ജനങ്ങളുടെ മുന്നിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനായി നിൽക്കുകയാണ്. ആ വ്യക്തി ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ആ വ്യക്തി പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. കാരണം അങ്ങനത്തെ യുവ നേതാക്കളെ ഇരുത്തിക്കളയോടി ചെയ്യുന്നത് കോൺഗ്രസ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിരപരാധിത്വം കണ്ടുപിടിച്ച് ആ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ പാർട്ടിയിൽ തിരിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞുപോയി. കാരണം സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇപ്പോഴും വിശ്വാസമുണ്ട് ആ മനുഷ്യന്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും UDFനെ പൂർണ്ണ തോതിലുള്ള വിശ്വസിച്ചിരിക്കുകയാണ്. പാർട്ടിക്കെതിരായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല ആ മനുഷ്യൻ. പക്ഷെ ഒരു കാര്യം പാർട്ടി മനസ്സിലാക്കേണ്ടത്, ആ മനുഷ്യൻ പോലീസുകാർ ലാത്തിയടി കൊണ്ടതും അതിലുപരി ജലപീരങ്കി കൊണ്ടതും എല്ലാം പാർട്ടിക്ക് വേണ്ടി തന്നെയായിരുന്നു. നല്ലൊരു നേതൃസ്ഥാനത്ത് ഇനിയാണെങ്കിലും തിരിച്ചു വരാൻ അനുയോജ്യമായ ഒരാൾ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുൻനിര യുവ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പാർട്ടി മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നൊരു അജണ്ടയായിരുന്നു വേണ്ടത്. അല്ലാതെ വയസ്സായ ആൾക്കാർക്കാണ് ഇപ്പോഴും ഇരിക്കുന്ന പാർട്ടിയിൽ മന്ത്രി. യുവ മന്ത്രികൾ 3-4 പേര്. അവർക്ക് ഏതോ എണ്ണിയാൽ കൊടുക്കാത്ത എവിടെയോ ഉള്ള വകുപ്പ്, അതൊക്കെ പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചാണ്ടി ഉമ്മനായിരുന്നുവെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാ 14 ജില്ലകളിലെ ഒരുപാട് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എത്തിയേനെ. കാരണം എല്ലാം എത്തിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഒരു ഇതുമില്ല, ജനപിന്തുണയിൽ കയറി വന്ന നേതാവെന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ചാണ്ടി ഉമ്മ മാത്രമാണ്. കാരണം അപ്പൻ്റെ അതേ സ്ഥാനം പിന്തുടരാൻ ശേഷിയുള്ള ആൾ, അല്ലെങ്കിൽ അപ്പൻ്റെ അതേ മനസ്സിൻ്റെ മനസാന്നിധ്യവും മനസ്സിൽ നന്മയുള്ള ഒരേ ഒരു മനുഷ്യൻ, അത് നമ്മുടെ ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അത് നമുക്ക് പറയാം, തുറന്ന ഒരു സംശയവും ഇല്ല, നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മുന്നേറി കഴിഞ്ഞേനെ. KSRTCയെ പറ്റി വിശദമായി പഠിച്ച് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയേനെ. ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അതാദ്യം ചെയ്തേനെ. കൊടുത്ത വാഗ്ദാനങ്ങൾ ഇതിനു മുമ്പും എല്ലാ മന്ത്രിമാരും തിരുത്തിയിട്ടുണ്ട്. പ്രിയദർശിനി എന്ന് പറഞ്ഞ കൊടുത്ത വാഗ്ദാനം ഓടി നടപ്പാക്കുമ്പോൾ നടുവൊടിയുക തന്നെ ചെയ്യും. ഈ നടുവൊടിയാതിരിക്കണമെങ്കിൽ അതും ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റിയ തലമുറകളെ വേണമായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ മന്ത്രിസഭയിലെങ്കിലും. എന്തായാലും തെറ്റുകൾ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഭരണം പകുതി പോലും ആയിട്ടില്ല, കാഫ് പോലും ആയിട്ടില്ല. ഇനിയും മുന്നോട്ട് എന്തൊക്കെ കാണണം, അല്ലെങ്കിൽ ആർക്കൊക്കെ അടി കിട്ടും, പ്രൈവറ്റ് വണ്ടിക്കാർ ഷെഡിൽ കയറുമോ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇനിയുണ്ട്. അതുപോലെ തന്നെ അവധി ആരുടെ ഔദാര്യമല്ല. ഒരു പനി വന്നാൽ ഒരു സാധാരണക്കാരൻ എടുക്കാൻ പറ്റുന്ന കാര്യമാണ് അവധി എന്നത്. ഇന്നലെ ഒരു അവധി തരുമോ എന്ന് ആലപ്പുഴ ചോദിച്ചപ്പം അത് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അതേ ശക്തമുള്ള മൈക്കിൽ പറഞ്ഞതാണ് കൊടുക്കില്ല എന്ന്. ഏത് വകുപ്പിൽ പനി വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവധി എടുക്കുകയും എന്ന് പറഞ്ഞ പോലെ ആലപ്പുഴക്കാരെ അവരുടെ ജനവികാരം മനസ്സിലാക്കി അവധി കൊടുത്തില്ലെങ്കിൽ മന്ത്രിക്ക് അത് വലിയ വെല്ലുവിളിയായിപ്പോവും. കാരണം അവധി എടുക്കും. കാരണം ആലപ്പുഴയെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് ലീവ് ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു അവധി തരുമോ എന്ന് ചോദിച്ചത്. അതില്ലെന്നാണെങ്കിൽ അവിടുത്തെ ഓരോ ജനങ്ങളും കൈകോർത്താൽ അവരവധിയാക്കി മാറ്റും, നാടിൻ്റെ ഉത്സവമായി ആക്കി മാറ്റും. അങ്ങനെ വന്നാൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ആദ്യത്തെ തിരിച്ചടിയായിരിക്കും അത്. കാരണം ജനങ്ങൾക്ക് അവധി കൊടുത്തില്ല, ജനങ്ങൾ എടുത്തു എന്ന ന്യൂസിൽ വരും. അത് വരാതിരിക്കട്ടെ, അവധി കൊടുക്കട്ടെ. ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ എപ്പോഴും, സന്തോഷത്തെയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവധി കൊടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ അവധി എടുക്കും. അത് ഏറ്റവും വലിയ ഒരു വീഴ്ചയായി പോകും. ഈ മന്ത്രിസഭയിലെ ആദ്യ മുഖ്യമന്ത്രിയുടെ അജണ്ട, അല്ലെങ്കിൽ ആദ്യ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വൈറലായല്ലോ. ഇങ്ങനെ ഏറിലായി നിന്നാൽ മതി. 5 വർഷം ഏറിലായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ വീണ്ടും പറയും ഇവനും ശരിയാവില്ലെന്ന്. അതുകൊണ്ട് അവധിയുടെ കാര്യത്തിൽ തന്നെയല്ല, ജനസ്വാതന്ത്ര്യത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഇതിനാൽ ഞാൻ പറയുന്നു. അതിലുപരി പല കാര്യങ്ങളും ഇനിയും ഇത്രയും നാൾ കൊണ്ട് തിരുത്താനുണ്ട്. തിരുത്തി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ അടുത്ത പ്രാവശ്യവും കൂടെ ഉണ്ടാവും. ഇത്രയുമേ എനിക്ക് നിലവിൽ പറയാനുള്ളൂ. എന്തായാലും ചാണ്ടി ഉമ്മന് പ്രതീക്ഷയുടെ വാതിൽ ഇനിയും തുറക്കപ്പെടുക തന്നെ ചെയ്യും. ചാണ്ടി ഉമ്മന് ഒരു മന്ത്രിസ്ഥാനം എന്തായാലും ആരും കൊടുക്കണ്ട, നേടിയെടുക്കുക തന്നെ ചെയ്യും. കാരണം ജനങ്ങളായി തിരഞ്ഞെടുക്കുന്ന നേതാവാണ് ചാണ്ടി ഉമ്മൻ. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. കോട്ടയത്ത് ഒരു എതിരാളി ഇല്ല ചാണ്ടി ഉമ്മന്. അത് ഏതൊക്കെ പാർട്ടികൾ വന്നാലും ശരി, ഒരു എതിരാളിയും ഒരിക്കലും കാണില്ല. ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ്റെ തന്നെ തട്ടകമായി തന്നെ തുടരും. അത് എത്ര നേതാക്കൾ തള്ളിപ്പറഞ്ഞാലും എത്ര നേതാക്കൾ പുറത്താക്കിയാലും ചാണ്ടി ഉമ്മൻ്റെ കോട്ട പുതുപ്പള്ളി തന്നെ. കാരണം അത് ഉമ്മൻചാണ്ടി സാർ ചേർത്ത് വെച്ചതാണ് പുതുപ്പള്ളിയെ. ഉമ്മൻചാണ്ടി സാർ നെയ്തെടുത്തതാണ് പുതുപ്പള്ളിയെ. അതുകൊണ്ട് പുതുപ്പള്ളിയിലെ ജനങ്ങളും എന്നും ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ഉണ്ടാവും. ഉമ്മൻചാണ്ടി സാർ അവരുടെ മനസ്സിൽ ജീവിക്കും, എന്നും ജീവനോടെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചാണ്ടി ഉമ്മനും ജീവിക്കും. അവരുടെ ജനമനസ്സുകളിൽ എന്നും ഉണ്ടാവും. അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനവും ചാണ്ടി ഉമ്മൻ ചോദിക്കില്ല. കാരണം ചാണ്ടി ഉമ്മനെ തേടിയെത്തുമെന്ന് ഉറപ്പുണ്ട്, ആ രക്തത്തിലുണ്ടത്. അതാണ് പുതുപ്പള്ളിക്കാർ ജനങ്ങൾ കൊടുത്ത വിശ്വാസം. അതെന്നും ഉണ്ടാവും. ആരൊക്കെ ഓടിച്ചാലും ആരൊക്കെ ആട്ടി ഓടിച്ചാലും പുതുപ്പള്ളിയിൽ ഒരേ ഒരു രാജാവ് ചാണ്ടി ഉമ്മൻ മാത്രമായിരിക്കും. അത് ഉറച്ച മനസ്സോടെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഒരെതിരാളിയില്ല ചാണ്ടി ഉമ്മന്. ചാണ്ടി ഉമ്മന് എതിരാളിയും തേരാളിയും വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരേ ഒരാൾ ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും. ചാണ്ടി ഉമ്മൻ്റെ തട്ടകത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് ആ മനുഷ്യൻ്റെ ജീവനാഡി. ജനങ്ങളാണ് ആ മനുഷ്യനുള്ള ഊർജം. അതുകൊണ്ട് പാർട്ടി തള്ളിക്കളഞ്ഞാലും പാർട്ടി പിന്തള്ളിയാലും ഒരു പ്രശ്നവും ആ മനുഷ്യനില്ല. കാരണം കൈ പിടിച്ചതും കൈ ചേർത്തതും പുതുപ്പള്ളിക്കാരാണ്.